ആത്മാവേ നിറയണമേ, അറിയാൻ നിറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഇന്നും അത് സാധ്യമായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് നന്ദി പറയാം. കർത്താവേ, ഇത് എനിക്ക് സാധ്യമായി. അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. Wisdom, knowledge, understanding. Wisdom, knowledge, understanding. Faith, hope, and charity. Faith, hope, and charity. Wisdom, knowledge, understanding. Love, joy, peace. Love, joy, peace. Yeah, praise the Lord. Praise Him. Hallelujah. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ ഹലോ, കഴിച്ചല്ലോ, ഇതും തുടങ്ങിയല്ലോ. സ്റ്റാർട്ട്. എന്താ ഒഴുകണമേ.
അരുളണമേ. ദൈവമേ അങ്ങ് എന്നിൽ വാഴുന്നു, ദൈവമേ ദൈവം നമ്മിൽ വാഴുന്നു എന്നുള്ള Praise the Lord. Praise the Lord. സ്നേഹമുള്ളവരെ, അങ്ങനെ ഇന്ന് വളരെ നന്ദിയോടെ നമുക്ക് ഓർക്കാം. 2026 ഫെബ്രുവരി മാസം 22 വീറും 2 ദിവസമാണ്. ഇന്നിവിടെ ഇന്നലത്തെ ധ്യാനം കഴിഞ്ഞ് രാത്രി ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്ത് വന്നു. ഇവിടെ പാതിരാത്രി ആയപ്പോഴേക്കും എത്തി. എല്ലാം വീണ്ടും അസംബിൾ ചെയ്ത് അങ്ങനെ ഈ പ്രഭാതത്തിൽ നമ്മൾ ലൈവ് ചെയ്യാൻ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മളിവിടെ ആയിരിക്കുന്നത് അയർലൻഡിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട നോക്ക് എന്ന സ്ഥലത്ത്. ആ പ്രത്യക്ഷപ്പെട്ട പള്ളിയുടെ തൊട്ട് മുൻപിലുള്ള ബിൽഡിങ്ങിലാണ് നമ്മൾ. ഈ ബിൽഡിങ്ങാണ് 7 വർഷമായിട്ട് ഉപയോഗിക്കാതെ കിടന്നതും നമ്മളിവിടെ വന്ന് ഒരു പ്രവചനത്തിലൂടെ ഇത് തുറക്കപ്പെടുകയും അന്നു മുതൽ ഇത് പ്രവർത്തനമാകുകയും ഇപ്പോഴും ഇതിൻ്റെ നവീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവം നമുക്ക് തന്ന ഒരു വലിയ അനുഗ്രഹമാണിത്. നമുക്ക് അതിനെപ്പറ്റി നന്ദി പറയാം. നോക്കിൽ
ഇന്നും ഈ 3 ദിവസം ഇവിടെ ധ്യാനങ്ങൾ നടക്കുമ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട അതേ പള്ളിയിൽ പോയി നമ്മൾ കുർബാന അർപ്പിക്കും, പ്രാർത്ഥിക്കും. അതാണ് ഇവിടുത്തെ. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ഈ കാറ്റക്കിസം കഴിഞ്ഞ ഉടനെ തന്നെ കറ്റേനാവറയായും ഉണ്ടായിരിക്കും. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് സ്തുതിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ നോക്കിൽ ഇതുപോലെ ഒരു സംവിധാനം ഉണ്ടാകാനും തുടർച്ചയായിട്ട് ഇവിടെ ധ്യാനം നടക്കുന്ന ഒരു ധ്യാന സെൻ്ററായിട്ടിത് മാറാനും കർത്താവ് നമ്മളിലൂടെ അനുഗ്രഹിച്ചതിനും പ്രവചനത്തിലൂടെയാണ് ഇത് സാധ്യമായത്. പ്രവചനം 7 വർഷമായിട്ട് അടഞ്ഞു കിടന്ന ഈ ബിൽഡിംഗ് ഒറ്റ പ്രവചനത്തിലൂടെ തുറക്കപ്പെട്ടു. ഹലബല ഹലബല ഹലബല. കർത്താവേ, പ്രവചനപരത്തെക്കുറിച്ച് നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിലുള്ള പ്രവചനങ്ങളെല്ലാം അതുപോലെ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നു. നന്ദി പറയാം. ഹലബല 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 ഹലബല. നമുക്ക് അല്പസമയം പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നി ജ്വാലയായി ഞങ്ങളിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നി ജ്വാലയായി ഞങ്ങളിൽ കത്തിപ്പടരണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ. സ്നേഹമുള്ളവരെ, നമ്മൾ തുടങ്ങുന്ന വചനം വീണ്ടും ഉദ്ധരിക്കാം. 2565. അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള സജീവ ബന്ധമാണ് പുതിയ ഉടമ്പടിയിലെ പ്രാർത്ഥന. പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യഛേദനയുമായുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും അവിടത്തോടുള്ള കൂട്ടായ്മയിലും ആയിരിക്കുന്ന ശീലമാണ് പ്രാർത്ഥനാ ജീവിതം. ഈ കൂട്ടായ്മ എപ്പോഴും സാധ്യമാണ്. എന്തെന്നാൽ മാമോദീസ വഴി നാം നേരത്തെ തന്നെ ക്രിസ്തുവുമായി ഐക്യപ്പെട്ട് കഴിഞ്ഞവരാണ്. ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലായിരിക്കുകയും അവിടുത്തെ ശരീരമായ സഭയിൽ വ്യാപിക്കുകയും ചെയ്യുന്ന തോതനുസരിച്ചാണ് ഒരു പ്രാർത്ഥന ക്രിസ്തീയമാകുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മാനങ്ങളാണ് പ്രാർത്ഥനയ്ക്കുള്ളത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെയും വരുവിൻ, നമുക്ക് നന്ദിയോടെ കർത്താവിൻ്റെ തുടർന്ന് നമുക്ക് പ്രവചനത്തിനായിട്ട് കാതോർക്കാം. പ്രവചനം വേണമോ? പ്രവചനത്തിനായിട്ട് ദാഹിക്കുന്നവർ എത്ര പേരുണ്ട്? പ്രവചനം വേണമോ? ഇൻ്റർനെറ്റ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില നേരത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നെറ്റിന് കുഴപ്പമൊന്നുമില്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യെസ്. Waymaker, miracle worker, waymaker, miracle worker, promise keeper, light in the darkness, that is who you are. Waymaker, miracle worker, promise keeper, light in the darkness, my Lord, that is who you are. മോശ ജോഷുവയോട് പറഞ്ഞു,
എന്നെപ്രതി നിങ്ങൾ അസൂയപ്പെടുന്നുവോ? കർത്താവിൻ്റെ ജനം മുഴുവൻ, എല്ലാവരും അതേറ്റ് പറഞ്ഞുകൊണ്ട്, കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിലെന്ന് ഞാൻ ആശിക്കുന്നു. പ്രവചനം ആഗ്രഹിക്കുന്നവർ കരമുയർത്തുക. എത്ര പേരുണ്ട് പ്രവചനം ആഗ്രഹിക്കുന്നവർ? പ്രവചനം വേണമോ? കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. താങ്ക് യു. പ്രൈസ് ദ ലോർഡ്. സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1 സാമുവേൽ 10:6 പറയുന്നത്, അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും, നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. ശലാലാലാലാല. സോറി. കർത്താവ് അരുളിച്ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ തൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എല്ലാവരും ദാഹത്തോടെ പ്രവചനത്തിനായിട്ട് കാതോർക്കുക. എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവിനോട് നമുക്ക് ആഴമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ദാസന്മാരുടെയും ദാസിയരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന ഈശോയെ, നിത്യപുരോഹിതനായ ഈശോയെ, അത്യുന്നത പ്രവാചകനായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ, ഞങ്ങളുടെ മിശിഹായ ഈശോയെ, ഞങ്ങളുടെ സഹോദരനായ ഈശോയെ, ഞങ്ങളുടെ കർത്താവായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി പിറന്നവനെ. ശാലബല ഹലബല 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 ഹലബല. ശാലബല ഹലബല ഹലബല ഹലബല. ശാലാല. പ്രവചനത്തിനായി ദാഹിക്കണം. പ്രവചനം വരുന്നില്ല. പ്രവചനത്തിനായി കൂടുതൽ അഭിഷേകത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രവചനത്തിന് വേണ്ട അഭിഷേകം നൽകണേ. Let the anointing of the Lord come down.
Let the anointing of the Lord come down. Let the anointing of the Lord from heaven come down. Let the anointing of the Lord come down. Waymaker, miracle worker, promise keeper, life in the darkness, you Lord, that is who you are. Waymaker, miracle worker, promise keeper, life in the darkness, that is who you are. That is who you are. You are here. You are here. You are here. Waymaker, miracle worker, promise keeper, light in the darkness. Come, Holy Spirit. Come, Holy Spirit. പ്രവചനവരത്തിൻ്റെ അഭിഷേകം പ്രവചനത്തിൻ്റെ അഭിഷേകം തുറക്കണേ. പ്രവചനവരം ഞങ്ങളിൽ കൂടുതൽ അഭിഷേകമാക്കണേ. എല്ലാവരിലും പ്രവചനവരം തുറക്കണമേ. എല്ലാവരിലും പ്രവചനവരം തുറക്കണമേ. ശലഹലബല ഹലബല 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 ഹലബല. Come, Holy Spirit, fill me, fill me, fill me. എല്ലാ വരദാനങ്ങളും ഞങ്ങളിൽ തുറക്കണമേ. എല്ലാ വരദാനങ്ങളും ഉത്കൃഷ്ടമായ ദാനങ്ങൾക്കായി തീഷ്ണമായി ഞങ്ങൾ അഭിലഷിക്കുന്നു. ഉത്കൃഷ്ടമായ ദാനങ്ങൾക്കായി തീഷ്ണമായി ഞങ്ങൾ അഭിലഷിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. Speak to us, Lord. Shalbarakira labarabakara. Shalbarakira labarabakara lambara. Kira lambara. Kira lambara. പാറയിൽ അടിച്ചപ്പോൾ അതിൽ നിന്നും ജലം ഒഴുകിയ പോലെ ഈ കാലഘട്ടമാകുന്ന പാറയിൽ എൻ്റെ പ്രവചനത്താൽ അടിക്കുവിൻ. എൻ്റെ പ്രവചനത്താൽ ഈ പാറയിൽ അടിക്കുവിൻ. പുത്തൻ ജലമൊഴുകട്ടെ. നിത്യജീവന്റെ ജലം ഞാൻ ഒഴുക്കും. പ്രവചനത്തിലൂടെ പാറയിൽ നിന്ന് ജലം ഞാൻ ഒഴുക്കും. അടിക്കുവിൻ, പാറയിൽ അടിക്കുവിൻ, പാറയിൽ അടിക്കുവിൻ. ഞാൻ പാറയിൽ നിന്ന് ജലമൊഴുക്കും. ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിൻ്റെ അനാസ്ഥയിലും അവിശ്വാസത്തിലും കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്നും ഈ ലോകത്തെ ഞാൻ ഉയർപ്പിക്കും. ഈ ലോകത്തെ പുതുജീവൻ നൽകും. ഈ ലോകത്തിൽ വലിയ കാര്യങ്ങൾ ഞാൻ ചെയ്യും. എൻ്റെ ശക്തമായ കരം ഇതാ വീശുന്നു. എൻ്റെ ശക്തമായ കരം ഇതാ വീശുന്നു. ശറബിക്കീര ശറബക്കീര തുറക്കപ്പെടട്ടെ. എഫാത്ത തുറക്കപ്പെടട്ടെ. അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളും തുറക്കപ്പെടട്ടെ. അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളും തുറക്കപ്പെടട്ടെ. എല്ലാ മേധാവികളും എല്ലാ നേതൃത്വങ്ങളും തുറക്കപ്പെടട്ടെ. എൻ്റെ ആത്മാവിനായിട്ട്, എൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തിനായിട്ട്, എൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് സഭയുടെ എല്ലാ വാതിലുകളും തുറക്കപ്പെടട്ടെ. ഞാൻ അടഞ്ഞു കിടക്കുന്ന കഥയിൽ, അടഞ്ഞു കിടക്കുന്ന മുറിയിൽ പ്രത്യക്ഷനാകുന്നവരാണ്. ഞാൻ ഉയർത്തെഴുന്നേറ്റവനാണ്.
എൻ്റെ ഉയർപ്പിൻ്റെ ശക്തിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? ഉയർത്തെഴുന്നേറ്റ് എൻ്റെ സാന്നിധ്യത്തിന് കിടക്കാൻ സാധിക്കാത്തതായിട്ട് എന്തെങ്കിലുമുണ്ടോ? ഉയർത്തെഴുന്നേറ്റ് എനിക്ക് നവീകരിക്കാൻ സാധിക്കാത്തതായിട്ട് എന്തെങ്കിലുമുണ്ടോ? ഉയർത്തെഴുന്നേറ്റ് എൻ്റെ ശക്തി സകലത്തിൻ്റെ മേലും വിജയം സ്ഥാപിച്ചിരിക്കുന്നു. ഞാനിതാ വിജയപതാക ഉയർത്തിയിരിക്കുന്നു. ഞാനിതാ വിജയക്കൊടി ഉയർത്തിയിരിക്കുന്നു. ഞാൻ വിജയിച്ച കർത്താവാണ്. ഞാൻ വിജയിച്ച രാജാവാണ്. നിങ്ങളെല്ലാവരും വിജയിച്ചവരാണ്. നിങ്ങളിൽ ഞാൻ എൻ്റെ വിജയം, നിങ്ങളിലൂടെ ഞാൻ എൻ്റെ വിജയത്തെ പ്രസരിപ്പിക്കും. എൻ്റെ വിജയകരമായ വലതുകരം ഞാൻ ഉയർത്തിയിരിക്കുന്നു. എൻ്റെ വിജയകരമായ വലതുകരം ഞാൻ ഉയർത്തിയിരിക്കുന്നു. എൻ്റെ ഉയർപ്പിൻ്റെ ശക്തി നിങ്ങളുടെ ആത്മാവിലൂടെ ലോകത്തിലേക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ഞാൻ നടത്തും. ഈ ലോകത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞാൻ നടത്തും. എൻ്റെ അഭിഷിക്തരിലൂടെ, എൻ്റെ വചനപ്രഘോഷകരിലൂടെ, എല്ലാ വിശ്വാസികളിലൂടെയും അത്ഭുതങ്ങളും അടയാളങ്ങളും ഞാൻ നടത്താം. ഇന്ന് തന്നെ നടത്തും. ഞാൻ ഇന്ന് തന്നെ അത്ഭുതം നടത്തും. ഇന്ന് തന്നെ അത്ഭുതം നടത്തും. ഇന്ന് തന്നെ അത്ഭുതം നടത്തും. അടയാളങ്ങളിലൂടെ എൻ്റെ വചനത്തെ ഞാൻ സ്ഥിരീകരിക്കും. അടയാളങ്ങളിലൂടെ എൻ്റെ വിശ്വാസികളുടെ ഹൃദയത്തെ ഞാൻ ജ്വലിപ്പിക്കും. അടയാളങ്ങളിലൂടെ വിശ്വാസത്തെ ഞാൻ വളർത്തും. അടയാളങ്ങളിലൂടെ മനുഷ്യരെ ഞാൻ ആകർഷിക്കും. എന്നിൽ വസിക്കുന്ന ശക്തി നിങ്ങളിലും വസിക്കുന്നു. എന്നിൽ വസിക്കുന്ന അത്ഭുത ശക്തി നിങ്ങളിൽ വസിക്കുന്നു. ഞാൻ പൂർണ്ണമായി നിങ്ങളിൽ വസിക്കുന്നു. ഞാനാകുന്നു ലോകത്തിൻ്റെ പ്രകാശം. ആ പ്രകാശം നിങ്ങളിലേക്ക് ഞാൻ പകർന്നിരിക്കുന്നു. നിങ്ങളും ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. നിങ്ങൾ പ്രശോഭിക്കുവിൻ, നിങ്ങൾ പ്രകാശിക്കുവിൻ. ഒന്നും നിങ്ങൾക്ക് എതിർക്കാൻ സാധ്യമല്ല. നിങ്ങളെ എതിർക്കുന്ന സകലത്തെയും ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിങ്ങളെ എതിർക്കുന്ന സകലത്തെയും ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിങ്ങളെ എതിർക്കുന്ന സകല അന്ധകാരത്തെയും ഞാൻ ഉന്മൂലനം ചെയ്യുന്നു. നിങ്ങളെ എതിർക്കുന്ന സകല അന്ധകാരത്തെയും ഞാൻ നിഹരിക്കുന്നു. Praise the Lord. മുന്നോട്ട് പോകുവിൻ, ധൈര്യമായി മുന്നോട്ട് പോകുവിൻ. ഞാനാണ് നിങ്ങളെ നയിക്കുന്നവൻ. ഞാൻ നിങ്ങളുടെ മുൻപേ പോകുന്നു. നിനക്കെതിരെ വരുന്ന സകലത്തിനെയും ഞാൻ എൻ്റെ അങ്കുലി ചലനം കൊണ്ട് രൂപാന്തരപ്പെടുത്തുകയും നിഷ്കാസനം ചെയ്യുകയും ചെയ്യും. സകലവും നിനക്ക് അനുകൂലമായി ഞാൻ മാറ്റും. സകലതും ദൈവരാജ്യത്തിലേക്കാക്കി ഞാൻ മാറ്റും. ആമേൻ, 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 ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നന്ദിയോടെ കർത്താവേ, നന്ദി. ഇതാ അങ്ങയുടെ വിജയപതാക ഉയർത്തപ്പെട്ടിരിക്കുന്നു. അങ്ങയുടെ വിജയപതാക ഉയർത്തപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. എല്ലാവരും വിശ്വസിച്ചുകൊണ്ട് നന്ദി പറഞ്ഞൊന്ന് സ്തുതിച്ചോളൂ. കർത്താവേ നന്ദി. സാഷ്ടാംഗം വീണ്ടും ഞങ്ങൾ സ്വീകരിക്കുന്നു കർത്താവേ. കർത്താവ് അരുളി ചെയ്തു. തീർച്ചയായിട്ടും അരുളി ചെയ്ത കാര്യങ്ങളെല്ലാം, ഈ പ്രവചനങ്ങളെല്ലാം ഇന്ന് തന്നെ സംഭവിക്കാൻ തുടങ്ങും. ഈ പ്രവചനങ്ങളെല്ലാം ലോകം മുഴുവനിലും സംഭവിക്കും. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു, താങ്ക് യു. നിത്യപ്രവാചകനെ, അത്യുന്നത പ്രവാചകനായ ഈശോയെ, നിത്യപുരോഹിതനായ ഈശോയെ, ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു.
സംഭവിക്കും. പ്രവചനങ്ങൾ സംഭവിക്കും. വിശ്വസിക്കുന്ന കർത്താവേ, ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടിയെല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടിയെല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണം. എല്ലാവരും ചേർന്ന് പാടാം. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രവചന സമയത്തുണ്ടായ രോഗശാന്തി, ഇതിൻ്റെ കൺഫർമേഷനായിട്ടുള്ള രോഗശാന്തിയിൽ ആദ്യത്തേത് നടുവേദന സൗഖ്യമാണെന്നാണ്. നടുവേദന, നടുവിലെ താഴെ എലിക്ക് മുകളിലായിട്ട് ലോവർ ബാക്ക് എബവ് ഹിപ്പ് ജോയിൻറ്റ് വേദനയുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അതുകൂടാതെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള, ഇരിക്കുമ്പോൾ വേദനയുള്ള, ഇരിക്കുന്നിടത്ത് വേദനയുള്ള ഒരാളെ സുഖപ്പെടുത്തുന്നു. ഇരിക്കാൻ വേദനയുള്ള. മറ്റൊന്ന് വലിയ ആന്തരിക സൗഖ്യം കിട്ടുന്നു. വലിയൊരു ആന്തരിക സൗഖ്യം കിട്ടുന്നു. വലിയൊരു സമാധാനം കിട്ടുന്നു. ആകുലത വിട്ടുമാറുന്നു. ആകുലത വിട്ടുമാറുന്നു. ഒരാൾക്ക് വലിയ ആകുലത ഉണ്ടായിരുന്നത് വിട്ടുമാറുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതെ, നമ്മളിനി ഇന്നത്തെ നമ്മുടെ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നു. എല്ലാവർക്കും നന്ദി. ദൈവമേ, ഈ പ്രവചനം എന്തോ ഒരു അഭിഷേകമാണ്. ഈ പ്രവചനം, ഈ പ്രവചനങ്ങൾ വീണ്ടും വീണ്ടും ഉച്ചത്തിൽ വായിച്ച് അത് നിങ്ങളെ ആക്കി മാറ്റുക. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത് പ്രവചനത്തിലൂടെ ലോകത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാനാണ്. പ്രവചനത്തിലൂടെ അത് ഇന്നത്തെ പ്രവചനത്തിൽ വളരെ കൃത്യമായി
എന്തൊരു അഭിഷേകമായിരുന്നു. താങ്ക് യു ലോർഡ്. നമ്മളിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മാമോദീസ എന്ന കൂദാശയിൽ മാമോദീസ രക്ഷാകര പദ്ധതിയിൽ എന്നുള്ള ഭാഗത്തിൽ മാമോദീസ സഭയിൽ 1226 നമ്മൾ ഇന്നലെ 1226 849 സൈഡ് പാരഗ്രാഫ് നമ്മൾ ഇന്നലെ വായിച്ചില്ല. അപ്പോൾ അതാണ് ഇന്ന് വായിക്കേണ്ടത് അല്ലേ? എങ്കിലും നമ്മൾ 1226 മുഴുവനും വായിക്കാം. എന്നിട്ട് സൈഡ് പാരഗ്രാഫിലേക്ക് പോകാം. പെന്തക്കോസ്തായുടെ ദിവസം മുതൽ സഭ പരിശുദ്ധ മാമോദീസ ആഘോഷിക്കുകയും നൽകുകയും ചെയ്തിരുന്നു. തൻ്റെ പ്രഭാഷണം കേട്ട് വിസ്മയഭരിതരായ ജനക്കൂട്ടത്തോട് വിശുദ്ധ പത്രോസ് പ്രഖ്യാപിച്ചു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനം യേശുക്രിസ്തു നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോസ്തലന്മാരുടെയും അവരുടെ സഹപ്രവർത്തകരും യേശുവിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും, അയാൾ യഹൂദനെന്നോ ദൈവഭയമുള്ളവനോ വിജാതീയനോ ആര് തന്നെ ആയാലും മാമോദീസ നൽകുന്നു. മാമോദീസായെ എപ്പോഴും വിശ്വാസത്തോട് ബന്ധപ്പെടുത്തിയിട്ടാണ് കണ്ടിരുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് ഫിലിപ്പിയായിലെ കാവൽക്കാരനോട് വിശുദ്ധ പൗലോസ് പ്രഖ്യാപിച്ചു. അപ്പോൾ തന്നെ ആ തലവറക്കാരനും അവൻ്റെ കുടുംബം മുഴുവനും മാമോദീസ സ്വീകരിച്ചു എന്ന വിവരണത്തിൽ തുടർന്ന് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് 849 ഖണ്ഡിക വായിക്കാം. പ്രേഷിതത്വപരമായ കൽപ്പന രക്ഷയുടെ സാർവത്രിക കൂദാശയായിരിക്കാൻ വേണ്ടി ജനതകളിലേക്ക് ദൈവികമായി അയക്കപ്പെട്ടിരിക്കുന്ന സഭ രക്ഷയുടെ സാർവത്രിക കൂദാശയായിരിക്കാൻ വേണ്ടി ജനതകളിലേക്ക് ദൈവികമായി അയക്കപ്പെട്ടിരിക്കുന്ന സഭ തൻ്റെ സ്ഥാപകൻ്റെ കൽപ്പനയോടുള്ള അനുസരണം കൊണ്ടും തൻ്റെ തന്നെ സത്താപരമായ സാർവത്രികത ആവശ്യപ്പെടുന്നത് കൊണ്ടും എല്ലാ മനുഷ്യരോടും സുവിശേഷം പ്രസംഗിക്കാൻ യത്നിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് മാമോദീസ നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. ഇതാ യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രേഷിതത്വപരമായ കൽപ്പന രക്ഷയുടെ സാർവത്രിക കൂദാശയായിരിക്കാൻ വേണ്ടി ജനതകളിലേക്ക് ദൈവികമായി ഐക്യപ്പെട്ടിരിക്കുന്ന സഭ
രണ്ടാം വത്തിക്കാൻ സൂനഹദോസിൻ്റെ പ്രമാണരേഖകളിൽ ലൂമൻ ജെൻഷ്യം, ജനതകളുടെ പ്രകാശം എന്ന പ്രമാണരേഖയിൽ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ പറയുന്നുണ്ട്, സഭ ഒരു കൂദാശയാണ്. സഭ ഒരു കൂദാശയാണ്. അതാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. തൻ്റെ സ്ഥാപകനോടുള്ള അനുസരണം കൊണ്ടും ജനതകളിലേക്ക് ദൈവികമായി ഐക്യപ്പെട്ടിരിക്കുന്ന സഭ തൻ്റെ സ്ഥാപകൻ്റെ കൽപ്പനയോടുള്ള അനുസരണ കൊണ്ടും, ശ്രദ്ധിക്കണം ആ വാക്ക്, സത്താപരമായ സാർവത്രികത ആവശ്യപ്പെടുന്നത് കൊണ്ടും. സത്താപരമായ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ മനുഷ്യാവതാരത്തിലൂടെ എല്ലാവരും ചേർക്കപ്പെട്ടിരിക്കുന്നു. അതാണ് മനുഷ്യാവതാരം. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. അപ്പോൾ മനുഷ്യവർഗത്തെ മുഴുവനും തൻ്റെ ശരീരത്തിൽ തൻ്റെ ശരീരത്തിൽ മനുഷ്യവർഗത്തെ മുഴുവനും തൻ്റെ ശരീരത്തിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവവും മനുഷ്യനും സത്താപരമായി ഒന്നായി. കണ്ടോ, സത്താപരമായി. അതാണ് സത്ത. ഹി ഈസ് വൺ കോൺസബ്സ്റ്റാൻഷ്യൽ. സത്താപരമായി മനുഷ്യരുമായിട്ടും സത്താപരമായി പിതാവുമായിട്ടും ഈശോ ഒന്നായിക്കൊണ്ട് നമ്മളെ പിതാവുമായിട്ട് അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. നമുക്കൊരു മധ്യസ്ഥനായി നിൽക്കുന്നു. അപ്പം തൻ്റെ സ്ഥാപകൻ്റെ കൽപ്പനയോടുള്ള അനുസരണം കൊണ്ടും തൻ്റെ തന്നെ സത്താപരമായ സാർവത്രികത ആവശ്യപ്പെടുന്നത് കൊണ്ടും എല്ലാ മനുഷ്യരോടും സുവിശേഷം പ്രസംഗിക്കാൻ യത്നിക്കുന്നു. അതാണ്, എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കാൻ യത്നിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് മാമോദീസ നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. ഇതാ യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. തുടർന്ന് 1227 1227 വരാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ വീക്ഷണത്തിൽ മാമോദീസായിലൂടെ വിശ്വാസി ക്രിസ്തുവിൻ്റെ മരണവുമായി ഐക്യപ്പെടുന്നു, അവിടത്തോടൊപ്പം സംസ്കരിക്കപ്പെടുന്നു, അവിടത്തോടൊപ്പം ഉയർക്കുകയും ചെയ്യുന്നു. ഇതാണ് മാമോദീസായിലൂടെ നമ്മൾക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ഒരു അറിവ്. യേശുക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണെന്നല്ല നമ്മൾ കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് നാം പുതിയ സൃഷ്ടിയാവുന്നത്? വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ വീക്ഷണത്തിൽ മാമോദീസായിലൂടെ വിശ്വാസി
according to the Apostle Paul, the believers enters through baptism into communion with Christ's death, is buried with him and raises with him. റോമാക്കാർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള വചനവും കൊളോസോസ് 2:12 എല്ലാം ഇതാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് അവിടത്തോടൊപ്പം സംസ്കരിക്കപ്പെടുന്നു, ക്രിസ്തുവിൻ്റെ മരണവുമായി ഐക്യപ്പെടുന്നു, അവിടത്തോടൊപ്പം സംസ്കരിക്കപ്പെടുന്നു, ക്രിസ്തുവിൻ്റെ മരണവുമായിട്ട് ഐക്യപ്പെടുന്നു, അവിടത്തോടൊപ്പം സംസ്കരിക്കപ്പെടുന്നു. അവിടത്തോടൊപ്പം ഉയർപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ മരണത്തോടൊപ്പം ഒന്നാകുന്നു, സംസ്കരിക്കപ്പെടുന്നു, ഉയർപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനം സ്വീകരിച്ച നാം എല്ലാവരും അവിടുത്തെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനം സ്വീകരിച്ചത് നമുക്കറിഞ്ഞുകൂടെ. അങ്ങനെ അവിടുത്തെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്ഥാനത്താൽ നാം അവിടത്തോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റ പോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടുകൂടെ സംസ്കരിക്കപ്പെട്ടത്. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനം സ്വീകരിച്ചവരെല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെയോ? റോമർ 6:3. അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്ഥാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ പ്രവചനം എഴുതി വന്നിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഗലാത്യർ 3:27. ഒന്നുകൂടി, നാം അവിടത്തോടൊത്ത് സംസ്കരിക്കപ്പെട്ട് ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനായി അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. മാമോദീസ മുങ്ങിയവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. മാമോദീസ മുങ്ങിയവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെ ശുദ്ധീകരിക്കുകയും നീതീകരിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്ന സ്നാനമാണ് മാമോദീസ. പരിശുദ്ധാത്മാവിലൂടെ ശുദ്ധീകരിക്കുകയും നീതീകരിക്കുകയും പവിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്ന സ്നാനമാണ് മാമോദീസ. ഗലാത്യർ 3:27. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഇതാ പ്രവചനം എഴുതി വന്നിട്ടുണ്ട്. താങ്ക് യു പ്രിൻസി, താങ്ക് യു. പ്രവചനം വായിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ 790 കൂടി വായിക്കാം. 790. നിങ്ങളിൽ ചിലർ 1 കൊരിന്ത്യർ 6:11 പറയുന്നതും കൂടി വായിക്കാം. നിങ്ങളിൽ ചിലർ ഇത്തരക്കാരായിരുന്നു. എന്നാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിലും സ്നാനപ്പെടുത്തുകയും പവിത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തു. അപ്പം അതനുസരിച്ചിട്ടാണ് ജ്ഞാനസ്നാനത്തിലൂടെ നാം ശുദ്ധീകരിക്കപ്പെടുകയും
പവിത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രവചനം വായിക്കാൻ ധൃതി ആകെയാണ്. എന്നാൽ അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ സൈഡ് പാരഗ്രാഫ് 1227 സൈഡ് പാരഗ്രാഫ് വായിക്കാം. 790. ദൈവത്തിൻ്റെ വചനത്തോട്, പ്രവചനം കഴിഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനത്തോട് പ്രത്യുത്തരിക്കുകയും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അംഗങ്ങളായി തീരുകയും ചെയ്യുന്നവർ അവിടത്തോട് ദൈവത്തിൻ്റെ വചനത്തോട് പ്രത്യുത്തരിക്കുകയും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അംഗങ്ങളായി തീരുകയും ചെയ്യുന്നവർ അവിടത്തോട് അവഗാഢം ഐക്യപ്പെടുന്നു. 790. അവിടത്തോട് അവഗാഢം ഐക്യപ്പെടുന്നു. വിശ്വസിക്കുകയും കൂദാശകളിലൂടെ ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിലും മഹത്വീകരണത്തിലും നിഗൂഢവും യഥാർത്ഥമായ രീതിയിൽ ഐക്യപ്പെടുകയും ചെയ്യുന്നവർക്ക് ആ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ ജീവൻ നൽകപ്പെടുന്നു. വളരെ ശ്രദ്ധിക്കണം. വിശ്വസിക്കുകയും, നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും കൂദാശകളിലൂടെ ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിലും ഉയർപ്പിലും മഹത്വീകരണത്തിലും നിഗൂഢവും യഥാർത്ഥവുമായ രീതിയിൽ ഐക്യപ്പെടുകയും ചെയ്യുന്നവർക്ക്, നിഗൂഢവും യഥാർത്ഥവുമായ രീതിയിൽ. അതാണ് കൗദാശികമായിട്ടുള്ള ഒരൈക്യപ്പെടൽ എന്ന് പറയുന്നത്. നമ്മൾ കൂദാശകളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ പഠിച്ചു, എക്കണോമി ഓഫ് സാൽവേഷൻ 1076 അതിൽ പഠിച്ചു, കൂദാശകൾ രക്ഷാകര രഹസ്യത്തിലൂടെ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് വെളിവാക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു. അതാണ് ഈശോ ക്രിസ്തുവിലൂടെ ഉണ്ടായ ഈ രക്ഷാകര പദ്ധതി സന്നിഹിതമാക്കപ്പെടുന്നു, വെളിവാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു. അപ്പോൾ എല്ലാ കൂദാശയിലും ഈ രക്ഷാകര രഹസ്യങ്ങളുടെ നിഗൂഢത, അതാണ് അവിടെ പറയുന്നത്, നിഗൂഢമായ കാര്യമാണ്. നിഗൂഢമായ കാര്യം കർത്താവ് വെളിപ്പെടുത്തുകയാണ്. നിഗൂഢമായ, അതിനാണ് വെളിപാടെന്ന് പറയുന്നത്. റിവീൽ, കണ്ടോ, ഈ ഒരു മറയുടെ പിന്നിലാണ് എ വെയിൽ. ആ വെയിൽ മാറ്റുന്നതാണ് നിഗൂഢമായിരുന്ന ആ അവസ്ഥയെ ആ വെയിൽ മാറ്റുന്നു. ആ വെയിൽ, അതാണ് റീവെയിൽ. റിവെയിൽ എന്ന് പറയുന്നത്, റിവെയിൽ. അങ്ങനെ നമ്മളിലൊരു റീവെയിൽ നടത്തുന്നത് ഈ കൂദാശയിലൂടെയാണ്. അതായത് നമുക്കത് വെളിവാക്കപ്പെടുന്നു. അതാണ് ഇവിടെ പറയുന്നത്, വിശ്വസിക്കുകയും കൂദാശകളിലൂടെ ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിലും മഹത്വീകരണത്തിലും നിഗൂഢമായിരുന്നത് വെളിവാക്കപ്പെടുന്നു, യഥാർത്ഥമായ രീതിയിൽ ഐക്യപ്പെടുന്നു, യഥാർത്ഥവൽക്കരിക്കുന്നു.
ആ സംഭവം 2000 വർഷം മുമ്പ് നടന്ന ക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവും ഈ കൂദാശയിലൂടെ യഥാർത്ഥമായിട്ട് നമ്മൾ അനുഭവമാക്കപ്പെടുന്നു, നമുക്ക് അനുഭവമാക്കപ്പെടുന്നു. ഓ, എന്തോ ഒരു വിസ്മയം! പകർന്നു കൊടുക്കപ്പെടുകയും ചെയ്യുന്നു. ഡിസ്പെൻസിങ്. ഞാനാണ് കർത്താവ്, ഞാനാണ് സർവാധിപൻ. ഞാൻ എന്നെ തന്നെ വെളിവാക്കുകയും എന്നെ തന്നെ പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. ഞാൻ എല്ലാവരിലും പകർന്നു കൊടുക്കുന്നു. ഡിസ്പെൻസിങ്. ഞാൻ എല്ലാത്തിനെയും വിശുദ്ധീകരിക്കുകയും പവിത്രീകരിക്കുകയും നീതീകരിക്കുകയും ചെയ്യും. എൻ്റെ സാർവത്രികത, എൻ്റെ സർവാധിപത്യത്തിൽ വിശ്വസിക്കുകയും. ഞാൻ സർവാധിപനാണ്, മരിച്ചുയർത്തവനാണ്, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ്. എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? പ്രിൻസി, ഇതും കൂടി ഒന്ന് എഴുതി വെച്ചോ, ഇതും കൂടി എഴുതി ചേർത്തോളൂ. സോറി, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് അയച്ചാൽ മതി, ഇതും കൂടി ചേർത്ത്. ദൈവമേ, 1790 എൻ്റെ പൂർണ്ണമായിട്ട് വായിക്കുമ്പോൾ അവിടെ പറയുന്നെന്താ? വിശ്വസിക്കുകയും കൂദാശകളിലൂടെ ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിലും മഹത്വീകരണത്തിലും നിഗൂഢവും യഥാർത്ഥവുമായ രീതിയിൽ ഐക്യപ്പെടുകയും. എന്താണ് ആ നിഗൂഢവും യഥാർത്ഥമായ രീതിയിൽ ഐക്യപ്പെടുന്നതിൻ്റെ വിവരണമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. ഞാനതങ്ങനെ വായിച്ചു പോകാമെന്ന് വിചാരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറയണില്ല, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യും. യഥാർത്ഥം നിഗൂഢവും യഥാർത്ഥവുമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഐക്യപ്പെടുകയും ചെയ്യുന്നവർക്ക് ആ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ ജീവൻ നൽകപ്പെടുന്നു. മാമോദീസ നിശ്ചയിച്ചവരെ, താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചവരെ നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. ക്രിസ്തുവിൻ്റെ ജീവൻ നൽകപ്പെടും. മാമോദീസ, വിശുദ്ധ കുർബാന എന്നിവയെ സംബന്ധിച്ച് അത് സവിശേഷമാം വിധം ശരിയാണ്. മാമോദീസ വഴി അതാണ്. മാമോദീസ, വിശുദ്ധ കുർബാന എന്നിവയെ സംബന്ധിച്ചാണ് കൂദാശകളിലൂടെയുള്ള എക്കണോമി ഓഫ് സാൽവേഷൻ. കൂദാശകളിലൂടെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മാമോദീസായിലൂടെയും വിശുദ്ധ കുർബാന എന്നിവയെ സംബന്ധിച്ച് ഇത് സവിശേഷമാം വിധം ശരിയാണ്. മാമോദീസ വഴി നാം ക്രിസ്തുവിൻ്റെ മരണവും ഉത്ഥാനവുമായി ഐക്യപ്പെടുന്നു. വിശുദ്ധ കുർബാന വഴി നാം കർത്താവിൻ്റെ ശരീരത്തിൽ യഥാർത്ഥത്തിൽ പങ്കുചേരുകയും അവിടത്തോട് പരസ്പരമുള്ള ഐക്യത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്യുന്നു. താങ്ക് യു പ്രിൻസി. വായു. ഇനി നമുക്ക് ഇന്നത്തെ പ്രവചനത്തെ വായിക്കാം. പ്രിൻസി, ഈ പ്രവചനം ഇപ്പോൾ വാട്സപ്പിൽ അയച്ചേക്കുന്നത് ഇതും കൂടി ചേർത്തൊന്ന് രണ്ടാമത് അയച്ചോ. അപ്പോൾ ഞാൻ ഒന്നിച്ച് പോസ്റ്റ് ചെയ്താൽ മതിയല്ലോ.
കേട്ടോ. ആ ഇംഗ്ലീഷും ഞാൻ കണ്ടു അയച്ചേക്കണത്. ഓക്കെ, ഇപ്പം ഇന്നത്തെ പ്രവചനം ഏറ്റുപറയുകയും നന്ദി പറഞ്ഞത് ഏറ്റുപറയും. ഇത് ഇന്ന് തന്നെ സംഭവിക്കുമെന്നാണ് പറഞ്ഞേക്കണം. ഇന്നിവിടെ നടക്കാൻ പോണ ധ്യാനത്തിൽ ഇതാണിപ്പോൾ കർത്താവ് തരുന്ന ഒരു പുതിയ ശുശ്രൂഷ രീതി. എല്ലാ ദിവസവും ഞാൻ എവിടെ ആയിരിക്കണമോ അവിടെ വച്ച് ഈ ശുശ്രൂഷയിലൂടെ പ്രവചനം വരികയും ആ പ്രവചനത്തനുസരിച്ച് അന്നത്തെ ധ്യാനം നടക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. അത് ലോകം മുഴുവനിലും നടക്കണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പം കർത്താവേ നന്ദി. വായോ. പാറയിൽ അടിച്ചപ്പോൾ അതിൽ നിന്നും ജലമൊഴുകിയതുപോലെ ഈ കാലഘട്ടമാകുന്ന പാറയിൽ എൻ്റെ പ്രവചനത്താൽ അടിക്കുവിൻ. എന്തൊരു പ്രവചനമാണ് ദൈവമേ. നന്ദി കർത്താവേ. ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഈ കാലഘട്ടം ആകുന്ന പാറയിൽ എൻ്റെ പ്രവചനത്താൽ അടിക്കുവിൻ. പ്രൈസ് ദ ലോർഡ്. കർത്താവേ ഈ പ്രവചനം ഈ കാലഘട്ടത്തിൻ്റെ അന്ധതയെ പൊളിക്കട്ടെ. ഈ കാലഘട്ടമാവുന്ന പാറയിൽ എൻ്റെ പ്രവചനത്താൽ അടിക്കുവിൻ. എൻ്റെ പ്രവചനത്താൽ ഈ പാറയിൽ അടിക്കുവേൻ. അടിക്കുന്നു കർത്താവേ. ആമേൻ, ആമേൻ. പുത്തൻ ജലമൊഴുകട്ടെ. നിത്യജീവന്റെ ജലം ഞാൻ ഒഴുക്കും. പ്രവചനത്തിലൂടെ പാറയിൽ നിന്ന് ജലം ഞാൻ ഒഴുക്കും. അടിക്കുവിൻ. പാറയിൽ അടിക്കുവിൻ. ഇത് വലിയൊരു പോയിന്റാണ്. പാറയിൽ അടിക്കുവിൻ. ഞാൻ പാറയിൽ നിന്ന് ജലമൊഴുക്കും. ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിൻ്റെ അനാസ്ഥയിലും അവിശ്വാസത്തിലും കുടുങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഈ ലോകത്തെ ഞാൻ ഉയർപ്പിക്കും. വിശ്വസിക്കുന്നു കർത്താവ്, വിശ്വസിക്കുന്നു. ഈ ലോകത്തിൽ പുതുജീവൻ നൽകും. ഈ ലോകത്തിൽ വലിയ കാര്യങ്ങൾ ഞാൻ ചെയ്യും. എൻ്റെ ശക്തമായ കരമിതാ ഞാൻ വീശുന്നു. എൻ്റെ ശക്തമായ കരമിതാ ഞാൻ വീശുന്നു. തുറക്കപ്പെടട്ടെ. അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളും തുറക്കപ്പെടട്ടെ. അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളും തുറക്കപ്പെടട്ടെ. എല്ലാ മേധാവികളും എല്ലാ നേതൃത്വങ്ങളും തുറക്കപ്പെടട്ടെ. എൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തിനായി, എൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് സഭയുടെ എല്ലാ വാതിലുകളും തുറക്കപ്പെടട്ടെ. ഞാൻ അടഞ്ഞു കിടക്കുന്ന മുറിയിൽ പ്രത്യക്ഷനാകുന്നവനാണ്. ഞാൻ ഉയർത്തെഴുന്നേറ്റവനാണ്. എൻ്റെ ഉയർപ്പിന്റെ ശക്തിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? ഉയർത്തെഴുന്നേറ്റ് എൻ്റെ സാന്നിധ്യത്തിന് കടക്കാൻ സാധിക്കാത്തതായ എന്തെങ്കിലുമുണ്ടോ? ഉയർത്തെഴുന്നേറ്റ് എനിക്ക് നവീകരിക്കാൻ സാധിക്കാത്തതായ എന്തെങ്കിലുമുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ.
ഉയർത്തെഴുന്നേറ്റന്റെ ശക്തി സകലത്തിന്റെ മേലും വിജയം സ്ഥാപിച്ചിരിക്കുന്നു. ഞാനിതാ വിജയപതാക ഉയർത്തിയിരിക്കുന്നു. ഞാനിതാ വിജയക്കൊടി ഉയർത്തിയിരിക്കുന്നു. ഞാൻ വിജയിച്ച കർത്താവാണ്. ഞാൻ വിജയിച്ച രാജാവാണ്. നിങ്ങളെല്ലാവരും വിജയിച്ചവരാണ്. നിങ്ങളിലൂടെ എൻ്റെ വിജയത്തെ പ്രസരിപ്പിക്കും. എൻ്റെ വിജയകരമായ വലതുകരം ഞാൻ ഉയർത്തിയിരിക്കുന്നു. എൻ്റെ വിജയകരമായ വലതുകരം ഞാൻ ഉയർത്തിയിരിക്കുന്നു. എൻ്റെ ഉയർപ്പിൻ്റെ ശക്തി നിങ്ങളുടെ ആത്മാവിലൂടെ ലോകത്തിലേക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ഞാൻ നടത്തും. എൻ്റെ വിജയകരമായ വലതുകരം ഞാൻ ഉയർത്തിയിരിക്കുന്നു. എൻ്റെ ഉയർപ്പിൻ്റെ ശക്തി നിങ്ങളുടെ ആത്മാവിലൂടെ ലോകത്തിലേക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ഞാൻ നടത്തും. ഈ ലോകത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞാൻ നടത്തും. എൻ്റെ അഭിഷിക്തരിലൂടെ, എൻ്റെ വചനപ്രഘോഷകരിലൂടെ, എൻ്റെ വിശ്വാസികളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞാൻ നടത്തും. വിശ്വസിക്കുന്ന കർത്താവേ, ഇന്ന് തന്നെ നടക്കും. ഈ ലോകത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞാൻ നടത്തും. എൻ്റെ അഭിഷിക്തരിലൂടെ, എൻ്റെ വചനപ്രഘോഷകരിലൂടെ, എല്ലാ വിശ്വാസികളിലൂടെയും അത്ഭുതങ്ങളും അടയാളങ്ങളും ഞാൻ നടത്തും. ഇന്ന് തന്നെ നടത്തും. ഞാൻ ഇന്ന് തന്നെ നടത്തും. ഇന്ന് തന്നെ അത്ഭുതം നടത്തും. ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് തന്നെ നടത്തും. ഞാൻ ഇന്ന് തന്നെ നടത്തും. ഇന്ന് തന്നെ അത്ഭുതം നടത്തും. അടയാളങ്ങളിലൂടെ എൻ്റെ വചനത്തെ ഞാൻ സ്ഥിരീകരിക്കും. അടയാളങ്ങളിലൂടെ എൻ്റെ വിശ്വാസികളുടെ ഹൃദയത്തെ ഞാൻ ജ്വലിപ്പിക്കും. അടയാളങ്ങളിലൂടെ വിശ്വാസത്തെ ഞാൻ വളർത്തും. ഞാനാകുന്നു ലോകത്തിൻ്റെ പ്രകാശം. ആ പ്രകാശം ഞാൻ നിങ്ങളിലേക്ക് പകർന്നിരിക്കുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. നിങ്ങൾ പ്രശോഭിക്കുവിൻ, നിങ്ങൾ പ്രകാശിക്കുവിൻ. ഒന്നിനും നിങ്ങളെ എതിർക്കാൻ സാധ്യമല്ല. നിങ്ങളെ എതിർക്കുന്ന സകലത്തെയും ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിങ്ങളെ എതിർക്കുന്ന സകലത്തെയും ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിങ്ങളെ എതിർക്കുന്ന സകല അന്ധകാരത്തെയും ഞാൻ ഉന്മൂലനം ചെയ്യുന്നു. നിങ്ങളെ എതിർക്കുന്ന സകലത്തെയും ഞാൻ നിഹനിക്കുന്നു. മുന്നോട്ട് പോകുവിൻ, ധൈര്യമായി മുന്നോട്ട് പോകുവിൻ. സകലതും നിനക്ക് അനുകൂലമായി ഞാൻ മാറ്റും. സകലതും ദൈവരാജ്യത്തിലേക്ക് ആക്കി ഞാൻ മാറ്റും. ഇപ്പോൾ ശരിക്കും സൗഖ്യം കിട്ടുന്നുണ്ട്. ബാക്ക് പെയിൻ താഴെ കറക്റ്റ് അവിടെ ഭയങ്കര സൗഖ്യം കിട്ടുന്നുണ്ട്. ആർക്കോ? എനിക്ക് നല്ല വേദനയാണ്. എൻ്റെ ബാക്കിൽ താഴെയായിട്ട് എലിക്ക് മുകളിലായിട്ട് നല്ല വേദന. ഈ സൗഖ്യം കിട്ടുന്നവർ ദയവ് ചെയ്ത് വേഗം അറിയിക്കുക. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും അവസാനം വന്ന പ്രവചനം കൂടി, ഞാനാണ് കർത്താവ്, ഞാനാണ് സർവാധിപൻ, ഞാൻ എന്നെ തന്നെ വെളിവാക്കുകയും എന്നെ തന്നെ പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. എല്ലാവരിലും പകർന്നു കൊടുക്കുന്നു. ഡിസ്പെൻസിങ്. ഞാൻ എല്ലാത്തിനെയും വിശുദ്ധീകരിക്കുകയും പവിത്രീകരിക്കുകയും നീതീകരിക്കുകയും ചെയ്യുന്നു. എൻ്റെ സർവാധിപത്യത്തിൽ വിശ്വസിക്കുവിൻ. ഞാൻ മരിച്ചുയർത്തവനാണ്. ഞാൻ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ്. എനിക്ക് അസാധ്യമായ എന്തെങ്കിലും ഉണ്ടോ? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ.
കർത്താവേ, നന്ദി കർത്താവേ. സ്നേഹമുള്ളവരെ, എനിക്കിപ്പോൾ തോന്നുന്നത് ഈ പ്രവചനത്തെ വീണ്ടും വീണ്ടും വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഈ പ്രവചനത്തിലൂടെ എൻ്റെ അകത്ത് കംപ്ലീറ്റ് ഒരു ഭയങ്കര ഒഴുക്കങ്ങ് നടന്നിട്ട് ഞാനങ്ങ് എംപ്റ്റി ആയി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മൾ കറ്റേന ഉറയ ഇന്ന് വേണ്ട. കാരണം ഇനി കറ്റേന ഉറയ ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, ഈ പ്രവചനത്തിൻ്റെ ആ ജ്വലനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് കേട്ടോ. അതുകൊണ്ട് ഇന്ന് കറ്റേന ഉറയ വേണ്ട കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നിർത്താൻ പോവുകയാണ്. കറ്റേന ഉറയുടെ ലിങ്ക് ഞാൻ അൺലിസ്റ്റഡ് ആയിട്ട് വയ്ക്കാം. ഈ പ്രവചനം വെച്ച് ഇന്ന് നമുക്ക് അങ്ങോട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് തന്നെ വലിയ കാര്യം ലോകത്തിൽ നടത്താൻ ഇതുപോലൊരു പ്രവചന കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി. അതും ഈ മാതാവിൻ്റെ പുണ്യസ്ഥലത്ത്, അതും ഈ ആയിരിക്കുന്ന സ്ഥലം പ്രവചനത്തിലൂടെ തുറക്കപ്പെട്ട ധ്യാനകേന്ദ്രം. താങ്ക് യു ലോർഡ്, താങ്ക് യു. ഇന്ന് വലിയ കാര്യം നടക്കണം. ഇവിടെ വലിയ ആൾക്കാരുകൾ വരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ കുറച്ച് നേരം ഇനി പോയി ഉറങ്ങാൻ പോകാണ്. കാരണം പാതിരാത്രിക്ക് വന്നിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്ത് ഉറങ്ങാൻ സമയം കിട്ടിയില്ല. ദൈവത്തിന് സ്തുതി. നമുക്ക് നന്ദി പറയാം. നിങ്ങൾ വീണ്ടും വീണ്ടും ഈ പ്രവചനം ഏറ്റു പറഞ്ഞുകൊണ്ടങ്ങ് പ്രാർത്ഥിക്കണം. ഇത് സംഭവിക്കട്ടെ. എന്തോ ഒരു വലിയ പ്രവചനമാണ്. പാറയിൽ അടിക്കും. എന്താണ് പാറ? എല്ലാവർക്കും നന്ദി, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി. ഇത് വെച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും വീണ്ടും പ്രാർത്ഥിക്കുക. ഇന്ന് ഇവിടുത്തെ സമയം 9 മണിക്ക് അല്ലെങ്കിൽ 9:30 ആകുമ്പോഴേക്കും ശുശ്രൂഷ ഇവിടുത്തെ ആരംഭിക്കും. അത് ലൈവായിട്ട് ഉണ്ടാവും. ഇംഗ്ലീഷിലാണെങ്കിലും നിങ്ങളതെല്ലാം കയറുന്നത് നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഈ ശുശ്രൂഷ, ഇന്നത്തെ ഈ പഠനം പരിപാടി നമ്മളിവിടെ നിർത്തുകയാണ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മിനി, താങ്ക് യു പ്രിൻസി, താങ്ക് യു മരി. എല്ലാവർക്കും നന്ദി. ജോൺ മാത്യു, ഗോഡ് ബ്ലെസ് യു ഓൾ. ഞാനിവിടെ നിർത്താൻ പോവുകയാണ്.